കണ്ടന്റ് വായിച്ച് കാണും, കേട്ട് കാണും, പക്ഷെ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്തിട്ടില്ല. 10 നിങ്ങൾ ചോദിച്ചു, ഞാൻ 20 കാര്യങ്ങൾ പറയാം. ക്യാരക്ടർ നിമിത്തം അറിയപ്പെട്ടിരുന്നത് അൽ അമീൻ എന്നാണ്, അതായത് സത്യസന്ധൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇതെല്ലാം പ്രൂഫ് ഉള്ളതാണ്, ഞാൻ ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളല്ല. അവർ അവഹേളിച്ചു, അവർ കളിയാക്കി, അവർ പുറത്താക്കി. ഇതെല്ലാം പ്രവാചകൻ പറയുന്നത് 1450 കൊല്ലം മുമ്പാണ്. ഈ മേഴ്സിഫുൾ ആക്ട് കാരണമായിട്ട് ഇവൾക്ക് അള്ളാഹു ജന്നത്ത്, പാരഡൈസ് നൽകി. ആരെങ്കിലും എന്തെങ്കിലും എഴുതിയ പുസ്തകം എടുത്ത് വായിക്കുന്നത്, ഫെയർ ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരൊറ്റ കാര്യം മതി ഇസ്ലാമിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം അറിയാനും അക്സെപ്റ്റ് ചെയ്യാനും. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. Assalamu alaikum. May God's peace and blessings be upon all of you. ഞാൻ കുറച്ച് വീഡിയോസ് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ പലതരത്തിലുള്ള കമൻറ്റ്സ് വരുന്നുണ്ട്. എസ്പെഷ്യലി പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദ്യം ചെയ്തുകൊണ്ടും പലതരത്തിലുള്ള മോശപ്പെട്ട ലാംഗ്വേജ് ഉപയോഗിച്ചും പല തരത്തിലുള്ള കമൻറ്റ്സ് വരുന്നുണ്ട്. ഞാൻ അതൊന്നും ഡിലീറ്റ് ചെയ്യുന്നില്ല, ഞാനതൊന്നും മറക്കുന്നില്ല, അതങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കും കാണാം, കേൾക്കാം, വായിക്കാം. അപ്പോൾ 1-2 കമൻറ്റ്സ് അല്ലെങ്കിൽ ഒന്നിലധികം കമൻറ്റ്സ് വന്നിരിക്കുന്നത് പ്രവാചകൻ്റെ ചര്യകളെക്കുറിച്ച്, അത് എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ചില ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ട്. അതായത് പ്രവാചകനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള നോളജും എടുത്തിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. ഒരു പക്ഷേ പ്രവാചകന് എതിരെ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമുള്ള കണ്ടൻറ്റ് വായിച്ച് കാണും, കേട്ട് കാണും, പക്ഷെ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരാൾ അതിനകത്തുനിന്ന് ചോദിച്ചിരുന്നത് ഒരു 10 ഗുണങ്ങൾ പറയാൻ പറ്റുമോ, അതായത് മുഹമ്മദ് നബി മുഹമ്മദ് നബിയെക്കുറിച്ചൊരു 10 കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ പറയാൻ പറ്റുമോ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഞാൻ അതിന് മറുപടിയായിട്ട് ഞാൻ പറഞ്ഞു, 10 നിങ്ങൾ ചോദിച്ചു, ഞാൻ 20 കാര്യങ്ങൾ പറയാം, 20 കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പം അതാണ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, ബിഫോർ ഐ ബിഗിൻ, നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഓക്കെ, തംസപ്പ് കൊടുക്കുക, പിന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ഈ കാര്യങ്ങൾ ചെയ്യുക. അത് ചെയ്താൽ ഒന്ന് എനിക്ക് എൻകറേജ്മെൻ്റ് ആണ്, രണ്ടാമത്തത് പല ആൾക്കാർക്കും ഇത് എത്താനും പലർക്കും കേൾക്കാനും കാണാനുമുള്ള ഒരു ഊഴം കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ 20 കാര്യങ്ങൾ പ്രവാചകനെക്കുറിച്ച്, ആക്ച്വലി പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഞാൻ ഒന്നുകൂടെ പറയുന്നത്, അത് അദ്ദേഹത്തിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ എന്നാണുള്ള പ്രാർത്ഥനയാണ്. അത് നമ്മൾ എല്ലാ പ്രവാചകന്മാരെക്കുറിച്ചും, അത് ജീസസിനെ കുറിച്ചായാലും മോസസിനെ കുറിച്ചായാലും പേര് കേട്ടാൽ നമ്മൾ പറയും അള്ളാഹുവിൻ്റെ സമാധാനം അദ്ദേഹത്തിൻ്റെ പുറത്ത് ഉണ്ടാകട്ടെ. അപ്പോൾ ഈ 20 കാര്യങ്ങൾ ഞാൻ പറയുന്നത്, ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ് ഇൻ എനി വേ. ഓക്കെ, 63 കൊല്ലക്കാലം ജീവിച്ചിരുന്നു. അതിൽ 40 കൊല്ലക്കാലം സാധാരണ മനുഷ്യനായി ജീവിച്ചിരുന്നു. അത് കഴിഞ്ഞ് 40ാമത്തെ വയസ്സിൽ അള്ളാഹു അദ്ദേഹത്തെ പ്രവാചകനായി തിരഞ്ഞെടുത്തു. അത് കഴിഞ്ഞ് 23 കൊല്ലക്കാലം ആൾക്കാരുടെ നടുവിൽ വളരെ അധികം ക്ലോസ് ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു. അവിടെ ഈ അനുയായികൾ മാത്രമല്ല, എതിർത്ത ആൾക്കാരും എന്തെങ്കിലും ഒരു കാര്യം കുറ്റം പറയാനായിട്ട് അവരും വളരെയധികം ഒബ്സർവേഷനിലായിരുന്നു പ്രവാചകനെക്കുറിച്ച്. പലരും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് തന്നെ. അതായത് ഇദ്ദേഹം മജീഷ്യനാണ്, പിന്നെ സൂത്ത് സെയർ എന്ന് പറയും, മജീഷ്യനാണ്, പിന്നെ തലക്ക് സ്ഥിരതയില്ലാത്ത ആളാണ്, പിന്നെ പോയറ്റാണ്, ഇങ്ങനെ പല കാര്യങ്ങളും പലരും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അന്ന് നടക്കുന്നൊരു സംഭവമാണ്. പക്ഷേ ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു കണ്ടുപിടിക്കാനായിട്ട്, എന്തെങ്കിലും കുറ്റം പറയാനായിട്ട്, തെളിവോടുകൂടി പറയാനായിട്ട് ഒന്നും അവർക്ക് കിട്ടിയില്ല. എനിവേ, ഇതിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന 20 കാര്യങ്ങൾ, ഞാൻ കുറച്ച് എളുപ്പത്തിൽ പോകേണ്ടി വരും, കാര്യം അല്ലെങ്കിൽ വീഡിയോ വളരെയധികം നീണ്ടുപോകും. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ പോകും ഇതിനകത്ത്. ഒന്ന്, നമുക്കെല്ലാവർക്കും അറിയാം 40 കൊല്ലം പ്രവാചകനാകുന്നതിന് മുമ്പുള്ള ആ 40 കൊല്ലം അദ്ദേഹത്തെ അവിടുത്തെ ജനങ്ങൾ, മക്കയിലെ ജനങ്ങൾ
ഫസ്റ്റ് ഓഫ് ഓൾ പ്രവാചകൻ ജനിച്ചത് അറിയപ്പെടുന്ന ഒരു ഗോത്രത്തിലാണ്, അറിയപ്പെടുന്ന ഫാമിലിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി ആൾക്കാർക്കെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാം. കൂടാതെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നിമിത്തം അറിയപ്പെട്ടിരുന്നത് അൽ അമീൻ എന്നാണ്. അതായത് സത്യസന്ധൻ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അവിടുത്തെ ചെറിയ ചെറിയ ഡിസ്പ്യൂട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴത്തേക്ക് അവരെ വിളിക്കുന്നത് പ്രവാചകനാണ് വിളിച്ചിരുന്നത്, അത് റിസോൾവ് ചെയ്യാൻ. ഇതേപോലെ തന്നെ കാബയിലെ ആ ഒരു കല്ല് ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ഒരു കല്ല്, അത് ആരെടുത്ത് അതിൻ്റെ റിനോവേഷൻ നടക്കുന്ന സമയത്ത് ആ കല്ല് ഏത് ഗോത്രത്തിലെ ആൾക്കാർ അതെടുത്തിട്ട് അതിൻ്റെ സ്ഥലത്ത് വെക്കും എന്നുള്ള ഒരു തർക്കം വന്നപ്പം അവിടെയും പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് അതിനുള്ള വഴി, അതായത് തർക്കമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള വഴി അവർക്ക് പറഞ്ഞു കൊടുത്തതും ചെയ്തു കൊടുത്തതും. ഓക്കെ, അദ്ദേഹത്തെ അൽ അമീൻ എന്ന് വിളിച്ചിരുന്നു, സത്യസന്ധൻ എന്ന് വിളിച്ചിരുന്നു എല്ലാവരും. അത് പ്രവാചകൻ ആകുന്നതിന് മുമ്പുള്ള കാര്യമാണ്. ഇനി ഒരു കാര്യം, ഇതെല്ലാം നിങ്ങൾക്ക് ഇസ്ലാമിക് അതായത് പ്രവാചകൻ്റെ ബയോഗ്രാഫി, ഇബ്നു ഇസ്ഹാഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയ ഏർലിയർ ബയോഗ്രാഫി, അത് കഴിഞ്ഞ് ഇബ്നു ഹിഷാം, തബരി, ഇങ്ങനെയുള്ള പല ഈ ബയോഗ്രാഫി എഴുതിയ പുസ്തകങ്ങളിൽ ഇതെല്ലാം കാണാം. ഓക്കെ, ഇതെല്ലാം പ്രൂഫ് ഉള്ളതാണ്, ഞാൻ ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളല്ല. പിന്നെ ഒരു കാര്യം, രണ്ടാമത്തെ കാര്യം, ഈ ഹിൽഫുൽ ഫുദൂൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഹിൽഫ് അൽ ഫുദൂൽ. മക്കയിൽ പുറത്തുനിന്ന് ആൾക്കാർ വരുമായിരുന്നു ബിസിനസ് ചെയ്യാൻ, സംഗതി വാങ്ങിക്കാനും വിൽക്കാനും ഒക്കെ ആയിട്ട് സാധനവും കൊണ്ട് വരുമായിരുന്നു. അങ്ങനെ യമനിൽ നിന്ന് വന്ന ഒരാൾ യമൻ പ്രദേശത്ത് നിന്ന് ഒരാൾ വന്നു. അവിടെ വന്ന് അയാൾ സാധനം വിറ്റു, പക്ഷേ ആ വാങ്ങിച്ച ആൾ ഇയാൾക്ക് കാശ് കൊടുത്തില്ല. ഓക്കെ, ഇവിടെ മക്കയിൽ ആ സമയത്ത് എസ്പെഷ്യലി ഉള്ള സംഭവിച്ചാൽ ഈ ഫാമിലി ടൈസ് അല്ലെന്നുണ്ടെങ്കിൽ ഫാമിലി ടൈസ് ഇല്ലെങ്കിലും ഓരോരുത്തരുടെയും സപ്പോർട്ട് ഇല്ല എങ്കിൽ, ഗോത്രത്തലവന്മാരുടെ അല്ലെങ്കിൽ അവിടുത്തെ ഈ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുടെ സപ്പോർട്ട് ഇല്ല എങ്കിൽ പിന്നെ അവിടെ നിങ്ങൾക്ക് ന്യായം നീതിയും ഒന്നും കിട്ടത്തില്ല. അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു സിറ്റുവേഷൻ അവിടുത്തെ. അപ്പോൾ ഈ യമനിൽ നിന്ന് വന്ന അയാൾ സാധനം വിറ്റിട്ട് അയാൾക്ക് കാശ് കിട്ടിയില്ല, കാശ് കൊടുത്തില്ല, മാത്രമല്ല അയാൾക്ക് കാശ് കൊടുക്കില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നു. അങ്ങനെ വന്നപ്പോൾ അവിടെ ഈ കുറച്ച് ആൾക്കാർ കൂടിയിട്ട്, നല്ല മനസ്ഥിതിയുള്ള ആൾക്കാർ, കുറച്ച് ആൾക്കാർ അറബികൾ അവർ കൂടിയിട്ട് ഒരു അബ്ദുള്ള ഇബ്ൻ ജുദാൻ എന്ന് പറയുന്ന ഒരു അറബിയുടെ ഒരാളുടെ വീട്ടിൽ അവരൊരു മീറ്റിംഗ് നടത്തി. ആ മീറ്റിങ്ങിൽ പ്രവാചകൻ മുഹമ്മദ്, ഈ സമയത്ത് പ്രവാചകനായിട്ടില്ല, ഓക്കെ, പ്രവാചകൻ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മീറ്റിങ്ങിൽ കൂടി. എന്താണ് ഇവരുടെ മീറ്റിങ്ങിൻ്റെ തീരുമാനം? അവരുടെ പ്ലാൻ ഇതുപോലെ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ, ആർക്കെങ്കിലും നീതി കിട്ടാതെ വരികയാണെങ്കിൽ ആ നീതി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഹിൽഫ് അൽ ഫുദൂൽ എന്ന് പറയുന്ന, അതായത് വെർച്യു, അതായത് സദ്ഗുണങ്ങളുടെ ഒരു ഗ്രൂപ്പ്, ഒരു ക്ലബ്ബ്, അങ്ങനെയാണ് അതിൻ്റെ പേര്, ഹിൽഫ് അൽ ഫുദൂൽ. അത് ഈ പ്രവാചകൻ ആകുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾക്ക് അവരുടെ നീതി വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു ഗ്രൂപ്പിൽ പ്രവാചകൻ അതിനകത്ത് ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് പ്രവാചകൻ ആയ ശേഷവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നും എന്നെ അങ്ങനെ ഒരു സംഗതിയിലേക്ക് വിളിച്ചാൽ ഞാൻ ഇന്നും പോയി അറ്റൻഡ് ചെയ്യും, ഇന്നും പോയി ജോയിൻ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ ഇന്നും സപ്പോർട്ട് ചെയ്യും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിരുന്നു. ഇത് ഒരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എണീച്ച് നിൽക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്തത്. അടുത്തത്, നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വലിയൊരു സംഭവമാണ്, പ്രവാചകൻ്റെ ഒരു 10 വർഷം കഴിഞ്ഞപ്പം, ഓക്കെ, നമ്മുടെ ഇവിടെ മക്കയിൽ പ്രവാചകന് സപ്പോർട്ട് ചെയ്തിരുന്ന അബു താലിബ് എന്ന് പറയുന്ന ഒരു എളാപ്പ, ഓക്കെ, അദ്ദേഹം മരിച്ചുപോയി. അപ്പം ഈ സപ്പോർട്ട്, അവിടുത്തെ മക്കയിലെ സപ്പോർട്ട് നശിച്ചുപോയി. ഖദീജയും മരിച്ചു, അതായത് ഭാര്യ ഖദീജ മരിച്ചു, അങ്കിളിൻ്റെ സപ്പോർട്ടും ഇല്ലാതെയായി. ഈ സമയത്ത് പ്രവാചകൻ തായിഫ് എന്ന് പറയുന്ന ഒരു സിറ്റിയിലോട്ട് പോയി. ഇപ്പോൾ തായിഫ് ഏകദേശം 2 മണിക്കൂറോ മറ്റോ ആണ് മക്കയിൽ നിന്ന് ഡ്രൈവ് ചെയ്താൽ പോകാൻ പറ്റുന്നത്. അപ്പോൾ പ്രവാചകൻ തായിഫ് എന്ന് പറയുന്ന അവിടെ സക്കീഫ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഗോത്രം ഉണ്ടായിരുന്നു. ആ ഗോത്രത്തിലെ ആൾക്കാരെ, അവരുടെ ലീഡേഴ്സിനെ കാണാനും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും
അവരുടെ സപ്പോർട്ട് നേടാനും വേണ്ടി അങ്ങോട്ടേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ അവർ കോമൺ മര്യാദ പാലിച്ചില്ല, ഒരു ഗസ്റ്റിനെ റിസീവ് ചെയ്യുന്ന ഒരു മര്യാദ പാലിച്ചില്ല എന്ന് മാത്രമല്ല, അവർ അവഹേളിച്ചു, അവർ കളിയാക്കി, അവർ പുറത്താക്കിയത് മാത്രമല്ല, അവിടുത്തെ തെരുവ് കുട്ടികളെ അയച്ച് കല്ല് എറിയിച്ച് പ്രവാചകനെ അവിടെ നിന്ന് ഓടിച്ചു. ആ പ്രവാചകൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടേണ്ടി വന്ന് സെയ്ദ് എന്ന് പറയുന്ന അനുയായിയും കൂടെ ഉണ്ടായിരുന്നു. ഇവരവിടെ നിന്ന് ഓടേണ്ടി വന്ന്, ജീവനും കൊണ്ട് ഓടേണ്ടി വന്ന്, പ്രവാചകന് കല്ലെറി കൊണ്ട് രക്തം വന്ന് ചെരുപ്പ് രക്തം കൊണ്ട് കാലിൽ ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥ വന്നു. അങ്ങനത്തെ മോശപ്പെട്ട ഒരു സ്ഥിതി വന്നു. അങ്ങനെ പ്രവാചകൻ അവിടെ നിന്ന് ഇറങ്ങി, തായിഫ് ഒരു മലപ്പുറത്താണ്, അവിടെ നിന്ന് ഇറങ്ങി മക്കയിലെത്താറായി. മക്ക എത്തുന്നതിന് മുമ്പ് ഒരു തോട്ടത്തിൽ കയറിയിരുന്നു. അവിടെ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, ഓ അള്ളാഹ്, എനിക്ക് നീ കരുത്ത് നൽകണേ, സ്ട്രെങ്ത് നൽകണേ. ഇങ്ങനെയുള്ള വലിയൊരു ദൗത്യം, ഇത് വലിയൊരു റെസ്പോൺസിബിലിറ്റി പിടിച്ച ഒരു ജോലിയാണല്ലോ, ഇതിലേക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പം ആ പ്രാർത്ഥന കേട്ട് ആ പടച്ചവൻ ഗബ്രിയേൽ എന്ന് പറയുന്ന ഏഞ്ചലിനെ, ഈ മലകളുടെ റെസ്പോൺസിബിലിറ്റിയുള്ള ഏഞ്ചലിനെയും കൂടെ അയച്ചു. ഇവർ വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ പുറത്ത് അള്ളാഹുവിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ, പ്രോഫറ്റ് മുഹമ്മദിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അള്ളാഹു നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, എൻ്റെ കൂടെ മലകളുടെ ഉത്തരവാദിത്വമുള്ള ഈ ഏഞ്ചലിനെയും എൻ്റെ കൂടെ അയച്ചിരിക്കുന്നു. താങ്കൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ, ആജ്ഞാപിക്കുകയാണെങ്കിൽ, ഈ 2 മലകളുടെ ഇടയിലാണ് തായിഫ് ഉള്ളത്. ഈ മലകളെ ഒരുമിച്ച് ആക്കിയിട്ട് ഈ തായിഫിലുള്ള ആൾക്കാരെ, താങ്കളെ ഈ രീതിയിൽ അവഹേളിച്ച ആൾക്കാരെ, അവരെ വേണമെങ്കിൽ ഇപ്പം അവരെ ഉന്മൂലനം ചെയ്യാൻ ഉള്ള ഇത് പെർമിഷനുമായിട്ട് ഈ മലക്കുകളുടെ ഏഞ്ചൽ വന്നിരിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഏഞ്ചലിനോട് പറഞ്ഞത്, ഇന്ന് ഈ ആൾക്കാർ ഇസ്ലാം അക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഒരുപക്ഷെ നാളെ ഇവരുടെ കുട്ടികൾ, അതായത് ഇവരുടെ ജനറേഷൻസ് ഒരുപക്ഷെ ഇസ്ലാമിലേക്ക് വരും. അതുകൊണ്ട് ഞാൻ ഒരു തരത്തിലുള്ള പണിഷ്മെൻറ്റും അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊരു പേഷ്യൻസിൻ്റെ വലിയൊരു അടയാളമാണ്. ഇത് വളരെ ചുരുക്കം ആൾക്കാർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല, ഈ സമയത്ത് ആ ഗാർഡനിലിരിക്കുന്ന സമയത്ത് അവിടെ ആ ഗാർഡൻ്റെ മുതലാളി, ആ ഗാർഡൻ നോക്കുന്ന ഒരു അദ്ദാസ് എന്ന് പറയുന്ന ഒരു സ്ലേവാണ്, അയാളെ അയച്ചു, കുറച്ച് മുന്തിരിയും കൊണ്ട് അയച്ചു പ്രവാചകന് കൊടുക്കാനായിട്ട്. ആ അദ്ദാസ് മുന്തിരി കൊണ്ട് വന്നപ്പോൾ പ്രവാചകൻ അത് കഴിച്ചു. ബിസ്മില്ല എന്ന്, ഇൻ ദ നെയിം ഓഫ് അള്ളാഹ്, ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ് കഴിച്ചു. അത് കഴിച്ചപ്പം ഇയാൾ ഇത് ബിസ്മില്ല എന്ന് കേട്ടപ്പം ഇയാൾ പറഞ്ഞു, ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ പറയത്തില്ലേ, നിങ്ങൾ എന്താണ് നിങ്ങളെക്കുറിച്ച് പറയുക എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ്, ഇത് ഞാൻ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് കഴിക്കുകയാണ്. അപ്പം പ്രവാചകൻ തിരിച്ചു ചോദിച്ച്, നിങ്ങൾ എവിടെ നിന്നാണ്? അദ്ദാസിൻ്റെ അടുത്ത് ചോദിച്ചു. അദ്ദാസ് പറഞ്ഞ്, ഞാൻ വരുന്നത് നിനവ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഇറാഖിലുള്ള നിനവ. അപ്പോൾ പ്രവാചകൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എൻ്റെ സഹോദരൻ ജോനയുടെ സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പം ജോന നബി, ആ മത്സ്യം വിഴുങ്ങിയ നബി പ്രവാചകൻ താമസിച്ചിരുന്നത് നിനവാണ്. ഇത് കേട്ടപ്പോൾ അദ്ദാസിന് പിന്നെയും ആശ്ചര്യമായി. ഇതെങ്ങനെ നിങ്ങൾക്കറിയാം? അപ്പോൾ പറഞ്ഞു, ഇത് എൻ്റെ സഹോദരനാണ്, ഞാനും പ്രോഫിറ്റാണ്, അദ്ദേഹം പ്രോഫിറ്റായിരുന്നു. അങ്ങനെ അദ്ദാസ് അത് കേട്ടപ്പം പ്രവാചകൻ്റെ കാലിലും നെറ്റിയിലും ചുംബിച്ചു ആദരവോടുകൂടി. എന്നിട്ട് പ്രവാചകന് തിരിച്ചു പോകാൻ, മക്കയിലേക്ക് കയറാൻ പറ്റില്ല, കാരണം സപ്പോർട്ടില്ല. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ പല ആൾക്കാരെടുത്തും സപ്പോർട്ടിന് വേണ്ടി സന്ദേശം അയച്ചു, ആരും അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷേ അയാൾ മാത്രം അക്സെപ്റ്റ് ചെയ്തു. അയാളുടെ പേര് മുത്തയിം ഇബിൻ അദി എന്നാണ് പേര്. ആ പേരുള്ള ഒരാൾ മാത്രമാണ് പ്രവാചകനെ മക്കയിലേക്ക് കയറ്റാനായിട്ട് സ്വന്തം ജാമ്യത്തിൽ, പ്രൊട്ടക്ഷനിൽ
കയറാനായിട്ട് അനുവദിച്ചത്. ഇദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് പ്രവാചകൻ മദീനയിലേക്ക് പോയ ശേഷം അതായത് ആ സ്ഥലത്തെ റൂളർ എന്ന് പറയാം, ആയ ശേഷവും പറഞ്ഞിരുന്നു ഈ ബദർ യുദ്ധത്തിൻ്റെ സമയത്ത് കുറേ ആൾക്കാരെ ബന്ദികളായിട്ട് പിടിച്ചു, മുസ്ലിങ്ങൾ പിടിച്ചു. ഓക്കെ, അപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഈ മുത്തീം ഇബ്നു അദി ഇന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇവരെ വിട്ടു തരണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കും. അത്രമാത്രം ആ സമയത്ത് ആ ഒരു വലിയ ഡെലിക്കേറ്റ് ആയിരുന്ന സമയത്ത് അയാൾ ചെയ്ത ഒരു ഉപകാരം പ്രവാചകൻ പവർഫുള്ളായ ശേഷവും സ്ഥാനവും മാനവും എല്ലാം കയ്യിൽ വന്ന ശേഷവും ആ ഗ്രാറ്റിറ്റ്യൂഡ് അന്നും കാണിച്ചു. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് പേഷ്യൻസിൻ്റെ ഒരു വലിയൊരു ഡെമോൺസ്ട്രേഷനാണ് നമ്മളവിടെ കണ്ടത്. നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ, ജനങ്ങൾ പൊതുവെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ തായിഫിൽ നിന്ന് വരുന്ന സമയത്ത് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി, അവരെ ശിക്ഷിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഒരു പക്ഷേ നമ്മൾ ആ ഓപ്ഷൻ എടുത്തേനെ. പ്രവാചകൻ പറഞ്ഞില്ല, അവരെ ശിക്ഷിക്കരുത്, ഇവരുടെ തലമുറകൾ കഴിഞ്ഞിട്ട് ചിലപ്പം വരുന്ന ആൾക്കാർ ഇസ്ലാമിനെ ഫോളോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ ഇന്ന് കാണുന്നുമുണ്ട്. തായിഫ് എല്ലാം മുസ്ലിങ്ങളാണ് അല്ലേ. അടുത്തത് ആലോചിച്ച് നോക്ക്, പ്രവാചകൻ്റെ ഈ ആൾക്കാരുമായിട്ടുള്ള ഇടപഴകലുകൾ. ഓക്കെ, അത് വളരെ വളരെ രസകരമാണ്. ഒരു പ്രവാചകനെ കുറിച്ച് പറയുന്നത്, ഏതൊരാളും പ്രവാചകൻ്റെ അടുത്ത് സംസാരിക്കുമ്പം അയാൾക്ക് തോന്നും, ഞാനാണ് ഈ പ്രവാചകന് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, ഞാനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ, എൻ്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് എന്ന് സംസാരിക്കുന്ന ആൾക്ക് തോന്നും. അത് അങ്ങനെയാണ് പ്രവാചകൻ ഓരോ ആൾക്കാരെയും അറ്റൻഡ് ചെയ്തിരുന്നത്. ഒരിക്കലും ദേഷ്യം പിടിച്ചിട്ടില്ല. ദേഷ്യം പിടിക്കുന്നത് വളരെ വളരെ റെയറായിട്ട്, എന്തെങ്കിലും അള്ളാഹുവിൻ്റെ കാര്യത്തിൽ മാത്രം, സ്വന്തം പേഴ്സണൽ കാര്യത്തിൽ ദേഷ്യം പിടിച്ചിട്ടില്ല. അതിന് 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഓക്കെ, ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യം നമ്മുടെ ഹുനൈൻ യുദ്ധത്തിന് ശേഷം, ഹുനൈൻ എന്ന് പറയുന്ന യുദ്ധത്തിന് ശേഷം പ്രവാചകൻ സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത സമയത്ത് അവിടെ ഒരാൾ, മദീനയിൽ നിന്നുള്ള ഒരാളാണ്, തമീമി ഗോത്രത്തിൽപ്പെട്ട ഒരാൾ, അയാൾ വന്നിട്ട് പറഞ്ഞ്, മുഹമ്മദ് പേര് പറഞ്ഞിട്ട് പറഞ്ഞു, നീ നീതി പാലിക്കണം. അതായത് ഇവിടെ ഈ യുദ്ധം കഴിഞ്ഞിട്ട് കിട്ടിയ ഈ യുദ്ധ സാമഗ്രികൾ, ഈ എനിമീസിൻ്റെ നിന്ന് പിടിച്ച സാധനങ്ങൾ, അതായത് ആട്, കോഴി, പിന്നെ പശു, ഒട്ടകം, കുതിര, ഇതെല്ലാം ഉണ്ടാവും. ഇത് അന്നത്തെ കാലത്ത് ഇതങ്ങനെയാണ്. ഒരു യുദ്ധം കഴിഞ്ഞാൽ ആ സ്ഥലത്തുള്ള മൊത്തം പ്രോപ്പർട്ടി ജയിച്ച ആൾക്കാരുടെ കൈ വരും. അങ്ങനെ മുസ്ലിങ്ങളുടെ കൈ വന്നപ്പോൾ പ്രവാചകൻ അത് ആൾക്കാർക്ക് ഇങ്ങനെ വിതരണം ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തപ്പം ഇയാൾ വന്നിട്ട് പറഞ്ഞു, അതായത് മുഹമ്മദേ നീതി പാലിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ആക്ച്വലി റൂളറിൻ്റെ അടുത്താണ് വന്നിട്ട് ഇത് പറയുന്നത്. ഇപ്പോൾ ഇത് ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി അടുത്ത് ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ അയാൾ പിന്നെ ചിലപ്പോൾ ഒരുപക്ഷെ വെളിച്ചം പിന്നെ കാണത്തില്ല. ഇയാൾ പറയുന്നത്, ഒരു റിപ്പോർട്ടിൽ പറയുന്നത്, ഇയാൾ വന്നിട്ട് കോടതി പിടിക്കുകയും ചെയ്തു, മനസ്സിലായി. എന്നിട്ട് ഇയാൾ ഇങ്ങനെ പറഞ്ഞപ്പം പ്രവാചകൻ്റെ മറുപടി, ഞാൻ നീതി കാണിച്ചില്ലെങ്കിൽ വേറെ ആര് നീതി കാണിക്കും എന്നുള്ള, അത്രേ ഉള്ളൂ റിപ്ലൈ. അയാളെ എന്തെങ്കിലും ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ അയാൾക്ക് ഇതിന് എന്തെങ്കിലും റിവെഞ്ചോ ഒന്നുമില്ല. അപ്പം ഇതൊരു ലീഡറാണ്, ലീഡർ ഓഫ് എ ആർമി. ഇപ്പം യുദ്ധം, ഹുനൈൻ എന്ന് പറയുന്ന യുദ്ധം ജയിച്ച ആർമിയുടെ ലീഡറാണ് ഇത് പറയുന്നത്. ഞാനല്ലെങ്കിൽ പിന്നെ വേറെ ആര് നീതി കാണിക്കും, ഇത്രേ റിപ്ലൈ ഉള്ളൂ. അയാളെ ശിക്ഷിക്കുക അല്ലെങ്കിൽ അയാളെ പിടിച്ച് കെട്ടിയിടുക, അയാളെ കൊല്ലുക, നത്തിങ് ഓഫ് ദാറ്റ് കൈൻഡ്. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ ഈ നെയ്ബേഴ്സിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ടീച്ചിങ്സിൽ ഉള്ള പല പല കാര്യങ്ങൾ, അതായത് പ്രവാചകൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം നമ്മുടെ 24/7 24 മണിക്കൂറത്തെ 7 ദിവസത്തെ ലൈഫിൽ, ഓക്കെ, എന്തെല്ലാം നമുക്ക് തരണം ചെയ്യണോ, അല്ലെങ്കിൽ ഏതെല്ലാം സിറ്റുവേഷനിൽ നമ്മൾ പോകുമോ, ഈ സിറ്റുവേഷനിൽ എല്ലായിടത്തും നമുക്ക് ശിക്ഷണമുണ്ട്. പ്രവാചകൻ്റെ ചര്യയിൽ മാതൃകയാണ്. പ്രവാചകൻ്റെ ഒരു കാര്യം നെയ്ബേഴ്സിനെ കുറിച്ച് പറഞ്ഞതാണ്, നെയ്ബേഴ്സിനെ കുറിച്ച്. ഓക്കെ,
നമ്മുടെ നെയ്ബർ, അത് വേറൊരു കാര്യമുള്ളത്, ആ നെയ്ബർ മുസ്ലിം ആകണമെന്നില്ല. ഹിന്ദു ആകാം, ക്രിസ്ത്യൻ ആകാം, സിഖ് ആകാം, ജൈൻ ആകാം, എന്തു ആകാം. നിങ്ങളുടെ നെയ്ബർ പട്ടിണി കിടക്കുമ്പം വയറ് നിറയെ ഭക്ഷണം കഴിക്കവൻ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല, അതായത് മുസ്ലിങ്ങളിൽ പെട്ടവനല്ല. എന്നാലോചിച്ച് നോക്കിയാൽ പ്രവാചകൻ പറയുന്നത്, നിങ്ങളുടെ നെയ്ബർ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ മുസ്ലിം പെട്ടതല്ല, നമ്മളിൽ പെട്ടതല്ല. അപ്പോൾ ഇത്രയും കെയറാണ് നെയ്ബേഴ്സിനെ കുറിച്ച്. ഇതെല്ലാം പ്രവാചകൻ പറയുന്നത് 1450 കൊല്ലം മുമ്പാണ്. ഓക്കെ, നമ്മൾ ഇന്ന് ഹ്യൂമൻ റൈറ്റ്സും പിന്നെ സോഷ്യൽ ലൈഫും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ 1450 കൊല്ലം മുമ്പ് കൊണ്ടുവന്ന കാര്യങ്ങളാണ്. ആലോചിച്ച് നോക്കണം. അതാണ് മുസ്ലിങ്ങൾ പ്രവാചകനെ ആദരിക്കുന്നതും പ്രവാചകൻ ചെയ്ത രീതി ചെയ്യുന്നതും കാരണം അതാണ്. അതിഥി മര്യാദ, ഇത് നമ്മുടെ ഇസ്ലാമിൽ വളരെ വലിയ സ്ഥാനമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അതിഥികളെ നിങ്ങൾ എപ്പോഴും കാണും, മുസ്ലിങ്ങളുടെ അതിഥികളോടുള്ള കാഴ്ചപ്പാട് അവരെ വളരെ അധികം കെയർ ചെയ്തിട്ടാണ് നോക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്തത്, ഏഴാമത്തത്, ഓക്കെ, ആനിമൽ കെയർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോൾ ഒരു ഒട്ടകത്തെ കണ്ട്, ആ ഒട്ടകത്തിൻ്റെ കണ്ടീഷൻ കണ്ടിട്ട് ആ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതായത് ഈ ഒട്ടകത്തെ ഓവർലോഡ് ചെയ്യിക്കരുത്, ബുദ്ധിമുട്ട് കൊടുക്കരുത്, അതായത് പട്ടിണി ഇടരുത്, ഇങ്ങനെയുള്ള താക്കീതുകൾ കൊടുത്തു ഈ ഒട്ടകത്തിൻ്റെ ഓണറിനെ. ആനിമൽ കെയർ ഇസ്ലാമിൽ വലിയൊരു കാര്യമാണ്. അത് പ്രവാചകൻ്റെ ശിക്ഷണത്തിലുള്ളൊരു കാര്യമാണ്. ഇതിനകത്തൊരു ഹദീസുണ്ട്. ഓക്കെ, പ്രവാചകൻ്റെ ഒരു സേയിങ് ഉണ്ട്. ഒരു സ്ത്രീ, മോശപ്പെട്ട ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ, അതായത് പ്രോസ്റ്റിറ്റ്യൂട്ട്, ഓക്കെ, ആയ സ്ത്രീ, അവൾ ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോൾ ഒരു പട്ടി, ദാഹിച്ച് വലഞ്ഞു നിൽക്കുന്ന ഒരു പട്ടിയെ കണ്ട്. ഇവളുടെ മനസ്സ് അലിഞ്ഞിട്ട് ഇവൾ ആ പട്ടിക്ക് തൻ്റെ ചെരുപ്പ് അല്ലെങ്കിൽ ഷൂ മാറ്റി ആ കിണറിൽ നിന്ന്, അടുത്തുള്ള കിണറിൽ നിന്ന് വെള്ളം കോരി കൊടുത്ത് പട്ടിക്ക് ദാഹം മാറ്റാനായിട്ട് കൊടുത്ത്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ട് പറയാണ്, ഇത് കാരണമായിട്ട്, ഇവളുടെ ഈ മേഴ്സിഫുൾ ആക്ട് കാരണമായിട്ട് ഇവൾക്ക് അള്ളാഹു ജന്നത്ത്, പാരഡൈസ് നൽകി, അവളുടെ പാവങ്ങൾ പുറത്തു കൊടുത്തു എന്ന് പറയുന്നു. അതായത് ഒരു പട്ടിക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ആണിത്. അപ്പം പ്രവാചകൻ നമ്മളെന്താ പഠിപ്പിക്കുന്നത്? അത് ആനിമൽസിനെ, അത് എന്ത് ആനിമലായാലും കൊള്ളാം, ഓക്കെ, പട്ടിയായാലും കൊള്ളാം, പൂച്ചയായാലും കൊള്ളാം, എന്തായാലും കൊള്ളാം, അവരെ കെയർ ചെയ്യുക, അവരുടെ കാര്യങ്ങൾ നോക്കുക, അവർക്ക് വേണ്ട ശുശ്രൂഷ ചെയ്തു കൊടുക്കുക, അവർക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. ഓക്കെ, ഇനി എട്ടാമത്തത്, ഈ അടിമകൾ ഉള്ള സമയമാണ് ഈ 1450 കൊല്ലം മുമ്പ്, അല്ലേ? അത് കഴിഞ്ഞിട്ടും എത്രയോ വർഷങ്ങൾ പലയിടത്തും അടിമകളുണ്ടായിരുന്നു. ഇസ്ലാമിൽ അടിമകൾ അന്നുണ്ടായിരുന്ന സമയത്ത് പാപമോചനത്തിനായിട്ട് പലതരത്തിലുള്ള തെറ്റുകൾ ചെയ്യുമ്പോഴും അവിടെയൊക്കെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ അടുത്ത് പഠിപ്പിച്ചത്, അടിമയെ മോചിപ്പിക്കുക. അതായത് ഇത് പാപത്തിൻ്റെ പരിഹാരമായിട്ട് പലയിടത്തും അടിമയെ മോചിപ്പിക്കുക എന്നുള്ളത് നമുക്കൊരു ഇൻസ്ട്രക്ഷനാണ് തന്നത്. കൂടാതെ അടിമകൾക്ക് കൊടുക്കുന്ന അവരുടെ അടിമകളുടെ യജമാനന്മാർക്ക് കൊടുത്ത താക്കീത്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ അവർക്ക് കൊടുക്കണം, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം അവർക്ക് കൊടുക്കണം, അതായത് അയാളെ കൊല്ലാൻ പാടില്ല, ഇങ്ങനെയുള്ള പല ഇൻസ്ട്രക്ഷൻ. ഇതൊന്നും 1450 കൊല്ലം മുമ്പ് ആരും ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലെ, അടിമയെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നുള്ളത് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് കൊടുത്തിട്ടുണ്ട്. പല കാര്യങ്ങളും ചെയ്ത് അടിമയെ മോചിപ്പിക്കുക എന്നുള്ള ഇത് പ്രൊമോട്ട് ചെയ്തു. ഓക്കെ, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കാര്യമാണ്. പിന്നെ അടുത്തത്, നമ്മുടെ പേരൻസ്, ഓക്കെ, അതായത് ഉമ്മ, വാപ്പ, അച്ഛൻ, അമ്മ, പിന്നെ സ്വന്തക്കാർ, അതുപോലെ തന്നെ പുവർ പീപ്പിൾ, അതായത് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ സാമ്പത്തികമായിട്ട്, പിന്നെ അതുപോലെ തന്നെ വഴി പോകുന്ന ആൾക്കാർ, ട്രാവലേഴ്സ്, ഇവരെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഇസ്ലാമും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും
വളരെ വളരെ അധികം താക്കീതുകൾ നൽകിയിട്ടുണ്ട്. എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു പേരൻസ്, അവരെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉമ്മ, മദർ വളരെയധികം സ്ഥാനമുണ്ട്. ഒരു പ്രാവശ്യം ഒരാൾ വന്ന് ചോദിച്ചു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ ആർക്ക് കൊടുക്കണം? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിൻ്റെ അമ്മയ്ക്ക് കൊടുക്കണം. അടുത്തത് ആർക്ക് കൊടുക്കണം? പിന്നെയും പറഞ്ഞ് അമ്മയ്ക്ക് കൊടുക്കണം. പിന്നെയും ചോദിച്ച് ഇനി അത് കഴിഞ്ഞ് ആരാണ്? പിന്നെയും അമ്മയ്ക്ക് കൊടുക്കണം. പിന്നെ നാലാമതായിട്ട് പറഞ്ഞ് നിൻ്റെ അച്ഛന് അല്ലെങ്കിൽ വാപ്പാക്ക് കൊടുക്കണം. അപ്പോൾ ഈ പേരൻസിന് കൊടുക്കേണ്ട സ്ഥാനം, അവർക്ക് കൊടുക്കേണ്ട കെയർ, അവർക്ക് കൊടുക്കേണ്ട ലവ്, ഇതിനെക്കുറിച്ച് വളരെയധികം ഹദീസുകളുണ്ട്. ഇതൊന്നും ഹദീസ് കോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം അല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് റെക്കോർഡഡാണ്. ഞാൻ ഒത്തൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഒത്തൻറ്റിക് അല്ലാത്ത ഒന്നും ഞാനിവിടെ പറയുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ ഒരു ബയോഗ്രാഫി എടുത്ത് വായിച്ചു നോക്കുക. ആരെങ്കിലും എന്തെങ്കിലും എഴുതിയ പുസ്തകം എടുത്ത് വായിക്കരുത്. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തുനിന്നും നമുക്ക് സൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം അടർത്തിയെടുത്ത്, അത് കോണ്ടെക്സ്റ്റിൽ നിന്ന് അടർത്തിയെടുത്ത് അത് നമുക്കൊരു വേറെ രീതി ചിത്രീകരിക്കാൻ പറ്റും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫലം കിട്ടില്ല. അപ്പോൾ 10ാമത്തത്, ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആൽക്കഹോള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരു കാര്യം നിങ്ങൾക്ക് വലിയ തോതിൽ അത് കൺസ്യൂം ചെയ്താൽ, കുടിച്ചാൽ അല്ലെങ്കിൽ വലിച്ചാൽ, അത് പ്രവാചകൻ പറഞ്ഞ ആൽക്കഹോളിനെ കുറിച്ചാണ്. ഏതൊരു കാര്യം നിങ്ങൾ വലിയ തോതിൽ കൺസ്യൂം ചെയ്താൽ നിങ്ങൾക്ക് ഇൻടോക്സിക്കേറ്റ് ആകുമോ, അതായത് നമുക്ക് ലക്കില്ലാതാകുമോ, ആ സംഗതിയുടെ ഒരു അംശം പോലും നമുക്ക് ഹറാമാണ്, അത് പ്രൊഹിബിറ്റഡ് ആണ്. ഇത് 1450 കൊല്ലം മുമ്പ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, മുസ്ലിങ്ങൾ ആരും ജനറലി 99% ആൾക്കാരും മദ്യപിക്കാത്ത ആൾക്കാരാണ്. ആരെങ്കിലും ദീൻ ഫോളോ ചെയ്യുന്നില്ല, ഇസ്ലാം ഫോളോ ചെയ്യുന്നില്ല, അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേറെ കാര്യം. പക്ഷേ ഇസ്ലാം ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് വിലക്കി. ഇന്ന് മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല, മദ്യം വേണമെന്നുള്ള ഒരു പ്രശ്നമില്ലല്ലോ. കാര്യം പ്രവാചകൻ വിലക്കി, നമ്മൾ നിർത്തി. അള്ളാഹു ഖുറാനിലും വിലക്കിയിട്ടുണ്ട്. പിന്നെ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏകദേശം 4000 ആൾക്കാർ ട്രാഫിക് ആക്സിഡൻസിൽ, അതായത് വെള്ളമടിച്ച് വണ്ടി ഓടിച്ചിട്ട് 4000 ആൾക്കാർ ഇന്ത്യയിൽ ട്രാഫിക് ആക്സിഡൻസിൽ മരിക്കുന്നുണ്ട്. കൂടാതെ എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ അവർ ഈ വയലൻസ്, മദ്യപിച്ചിട്ടുള്ള വയലൻസ്, ഓക്കെ, അതായത് വയലൻസ് വെച്ചാൽ കൊല, അതേപോലെ തന്നെ അടിപിടി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ആയിരക്കണക്കിന് ആൾക്കാർ, അതുപോലെ തന്നെ എത്രയോ വീടുകളിൽ വെള്ളമടിച്ച് സ്വൈര്യമില്ലാതെ രാത്രി കയറി വന്ന് അടി പിടി ഇടി, ഇത് ഇസ്ലാം നിർത്തി. ഇതൊറ്റ കാര്യം, വേറെ ഒന്നും നിങ്ങൾ കൺസിഡർ ചെയ്തില്ലെങ്കിലും ഈ ഒരൊറ്റ കാര്യം, മദ്യം ഇസ്ലാം പ്രൊഹിബിറ്റ് ചെയ്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് എതിരായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള താക്കീത് നൽകി. നമ്മൾ മുസ്ലിങ്ങൾ മൊത്തം മദ്യത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി എന്നുള്ളത് തന്നെ ചിന്തിക്കുന്ന ആൾക്കാർക്ക്, നിങ്ങൾ ഫെയർ ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരൊറ്റ കാര്യം മതി ഇസ്ലാമിൻ്റെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം അറിയാനും അക്സെപ്റ്റ് ചെയ്യാനും. ഓക്കെ, അടുത്തത് ഈ വ്യഭിചാരം. ഓക്കെ, അതിപ്പം കല്യാണം കഴിച്ച ആൾക്കാരാണെങ്കിലും കല്യാണം കഴിക്കാത്ത ആൾക്കാരാണെങ്കിലും, അത് ഇംഗ്ലീഷിൽ ഫോർണിക്കേഷൻ എന്ന് പറയും, അഡൾട്ടറി എന്ന് പറയും. ഇതിനെക്കുറിച്ച് വളരെയധികം താക്കീതുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിട്ടുണ്ട്. കാരണം ഈ സംഭവം നമ്മുടെ സൊസൈറ്റിയെ കംപ്ലീറ്റ് നാശത്തിൽ കൊണ്ടുപോകുന്നൊരു സംഭവമാണ് ഇത്. ഓക്കെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പ്രവാചകൻ ഹദീസിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, 2 ആൾക്കാർ, ഒരു ആണും ഒരു പെണ്ണും, അതായത് കല്യാണം കഴിക്കാത്ത ഭാര്യ ഭർത്താവ് അല്ലാത്ത ആൾക്കാർ, ഒരു ആണും ഒരു പെണ്ണും ഒരു സ്ഥലത്ത്, ഒരു റൂമിൽ, ഓക്കെ, തനിച്ച് ഒരിക്കലും ഉണ്ടാവില്ല വിത്തൗട്ട് ദ തേർഡ് വൺ ബീയിങ് ഷെയ്ത്താൻ ഇല്ലാതെ അവരൊരിക്കലും ഒരു സ്ഥലത്ത് ഉണ്ടാവില്ല. അതായത് ഒരു സ്ഥലത്ത് ഒരു ആണും പെണ്ണും ഒരുമിച്ച് കൂടിയാൽ, ഓക്കെ, അവിടെ ഈ സംഭവം വ്യഭിചാരം ഉണ്ടാകാനുള്ള സാധ്യതകൾ എല്ലാം ഉണ്ട്, അവിടെ ഷെയ്ത്താൻ ഉണ്ടാവും എന്ന് പ്രവാചകൻ പറഞ്ഞു. അപ്പം എന്നിട്ട് ഖുർആൻ നമ്മുടെ അടുത്ത് പറയുന്നത്, ഒലാ തഖറബു സിന, നിങ്ങൾ സിന എന്ന് പറഞ്ഞ വ്യഭിചാരം, അതിൻ്റെ അടുത്ത് പോലും പോകരുത്. സിന ചെയ്യരുതെന്നല്ല അവിടെ താക്കിയത്,
സിന അതിൻ്റെ അടുത്ത് പോലും പോകാൻ പാടില്ല. പ്രവാചകൻ അതിന് മുകളിലായിട്ട് നമുക്ക് തന്നിരിക്കുന്ന എഡ്യൂക്കേഷൻ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും നമ്മൾ പെടാൻ പാടില്ല. വ്യഭിചാരം ഉണ്ടാകുന്നത് വേറെ കാര്യം, പക്ഷെ അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലത്ത് പോലും നമ്മൾ നമ്മളെ പ്രസൻറ്റ് ചെയ്യാൻ പാടില്ല, നമ്മൾ അവിടെ ആ സ്ഥലത്ത് ഉണ്ടാകാൻ പാടില്ല. അപ്പം ഇത് ആലോചിച്ച് നോക്കൂ. ആൽക്കഹോൾ, അതേപോലെ തന്നെ ഈ അഡൾട്ടറി, ഇത് ഇസ്ലാം നിർത്തിയ, ഇസ്ലാം പ്രൊഹിബിറ്റ് ചെയ്ത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രൊഹിബിറ്റ് ചെയ്ത എത്ര വലിയൊരു കാര്യമാണ്. ഓക്കെ, ഇതുകൊണ്ട് ഫാമിലീസ് രക്ഷപ്പെടും. ഇനി അടുത്തത് 13ാമത്തത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ പറഞ്ഞല്ലോ 23 കൊല്ലം പ്രവാചകനായിരുന്നു. ഇതിനകത്ത് ഒരു മനുഷ്യന് സക്സസ്ഫുള്ളായിട്ട് ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ തലത്തിലുള്ള കാര്യങ്ങളും, അത് ഫാമിലി ലൈഫായാലും, അത് നമ്മുടെ ഒരു മുസ്ലിമായിട്ട് നമ്മൾ പള്ളിയിൽ പോകുന്ന ലൈഫായാലും, എല്ലാ കാര്യങ്ങളിലും, മാരേജ് ആയാലും, ഫൈനാൻസ് ആയാലും, ഇനി എല്ലാ കാര്യങ്ങളിലും നമുക്ക് മാതൃക ചെയ്ത് കാണിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത് കാണിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു കാര്യമാണ് ഈ ഭക്ഷണം കഴിക്കുന്ന കാര്യം. ഭക്ഷണം കഴിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശമുള്ളത് നമ്മൾ വലത് കൈ കൊണ്ട് കഴിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ കൈ കഴുകുക, അത് പ്രവാചകൻ്റെ ചര്യപ്പെട്ട കൈ കഴുകുക. പിന്നെ വലത് കൈ കൊണ്ട് കഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ പാത്രത്തിൽ നമ്മുടെ സൈഡിലുള്ള ഭക്ഷണം കഴിക്കുക. കാരണം അന്നൊക്കെ ആൾക്കാർ ഒരുമിച്ചിരുന്ന് കഴിക്കുമായിരുന്നു. നമ്മുടെ സൈഡിലുള്ള ഭക്ഷണം കഴിക്കുക. നമ്മൾ അവിടെ ഉള്ളതും ഇവിടെ ഉള്ളതും കൈ നീട്ടി കഴിക്കാതെ നമ്മുടെ മുമ്പിലുള്ളത് കഴിക്കുക. അത് പിന്നെ അടുത്തത് പ്രവാചകൻ്റെ ഇൻസ്ട്രക്ഷനിലുള്ളത് 3 വയറിനകത്ത് 3 കമ്പാർട്ട്മെൻ്റ് ആക്കുക. ഒരു 1/3 3/1 വെള്ളം കുടിക്കുക, 3/1 ഭക്ഷണം കഴിക്കുക, 3/1 എംറ്റി ആയിട്ട് വെറുതെ വിടുക. അതായത് അമിതമായിട്ട് കഴിക്കരുത് എന്നാണ് പ്രവാചകൻ്റെ ഇൻസ്ട്രക്ഷൻ. ഇത് ഇന്നത്തെ മെഡിക്കൽ ടെക്നോളജി, സയൻസ് പറയുന്ന കാര്യമാണ്, മെഡിസിൻ ഏരിയ പറയുന്ന കാര്യമാണ്. ഇത് പ്രവാചകൻ നമുക്ക് ചെയ്ത് കാണിച്ചു തന്നു, ഇൻസ്ട്രക്റ്റ് ചെയ്തു 1400 കൊല്ലത്തിന് മുമ്പ്. ഇതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്കത് കാണാം. ഓക്കെ, പിന്നെ ഭക്ഷണം വേസ്റ്റ് ചെയ്യരുത്. ഓക്കെ, അത് വളരെയധികം താക്കീതുള്ള കാര്യം. ഭക്ഷണം വേസ്റ്റ് ചെയ്യരുത്. ഭക്ഷണം ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഭക്ഷണം നമ്മൾ ഷെയർ ചെയ്യുക, നമ്മൾ കൊടുക്കുക. ഇത് വളരെ ഇസ്ലാമിൽ വളരെയധികം പുണ്യമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇത് വേറൊരു കാര്യം, ഈ നമ്മുടെ യഹൂദ മതത്തിൽപ്പെട്ട അബ്ദുള്ള ഇബ്ൻ മുബാറക് എന്ന് പറയുന്ന ഒരു സ്കോളറായിരുന്നു, യഹൂദ മതത്തിലെ സ്കോളറായിരുന്നു. ഇദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി, അതായത് മക്കയിൽ 13 കൊല്ലം താമസിച്ച് അവിടെ നിന്ന് ഹിജ്റ ചെയ്ത്, പലായനം ചെയ്ത്, മൈഗ്രേറ്റ് ചെയ്ത് മദീനയിലെത്തിയപ്പം മദീനയിലുള്ള ആൾക്കാർക്ക് ഈ ന്യൂസ് കിട്ടി, ഇങ്ങനെ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, പ്രവാചകൻ എന്ന് ക്ലെയിം ചെയ്യുന്ന ഒരാൾ വന്നിട്ടുണ്ട്. അങ്ങനെ അറിഞ്ഞപ്പം ഈ യഹൂദ മതത്തിലെ അബ്ദുള്ള ഇബ്ൻ മുബാറക് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പ്രവാചകനെ കാണാൻ പോയി. ഖുബ എന്ന് പറയുന്ന പള്ളിയിൽ കാണാൻ പോയി. മദീന എത്തുന്നതിന് മുമ്പാണ് ഖുബ പള്ളി. അപ്പോൾ അവിടെ ചെന്നപ്പം പ്രവാചകൻ്റെ മുഖം പ്രവാചകനെ കണ്ടപ്പം ആദ്യം പ്രവാചകൻ പറയുന്ന ഒരു കാര്യം ഇദ്ദേഹം കേട്ടത്, അബ്ദുള്ള ഇബ്ൻ മുബാറക് കേട്ടത്, അഫ്ഷുസ്സലാം വസല്ലു ഫിൽ ലൈലി ബിൻ നാസിനിയ. അദ്ദേഹം ആദ്യം കേൾക്കുന്ന, പ്രവാചകൻ്റെ വായിന്ന് ആദ്യം കേൾക്കുന്ന മെസ്സേജ് ഇതാണ്: നിങ്ങൾ സലാം പരത്തുക, അതായത് സലാം അലൈക്കും, അതായത് പീസ് പരത്തുക, പീസ്. ഈ സലാം അലൈക്കും എന്താണ് സംഭവം? നമ്മൾ ഈ മുസ്ലിങ്ങൾ ഒരാളെ കാണുമ്പോൾ, വേറൊരാളെ കാണുമ്പോൾ സലാം അലൈക്കും പറയും. സലാം അലൈക്കിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ സമാധാനം നിങ്ങളുടെ പുറത്തുണ്ടാകട്ടെ. അപ്പം അത് പറയുന്നതോടുകൂടി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല, നിങ്ങളുടെ പുറത്ത് അള്ളാഹുവിൻ്റെ സലാം ഉണ്ടാകട്ടെ, ഞാൻ എന്നെ കൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന അതിൻ്റെ മീനിങ്, പുറകിലുള്ള മീനിങ് അല്ലേ. അതായത് ഐ ആം പീസ്, സമാധാനം ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ. ഈ സലാം അലൈക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അയാളെ ആക്രമിക്കുകയോ അല്ല അയാൾക്ക് ബുദ്ധിമുട്ടില്ലെന്ന് അങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പോൾ അഫ്ഷുസ് സലാം, ഒന്ന് പ്രവാചകൻ പറഞ്ഞ് സലാം പരത്തുക. രണ്ടാമത് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക, ഭക്ഷണം വിതരണം ചെയ്യുക, ഭക്ഷണം കൊടുക്കുക, ആൾക്കാർക്ക് തീറ്റിക്കുക. മൂന്നാമത്തെ ഒരു കാര്യം പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ ആൾക്കാരെല്ലാം ഉറങ്ങി കിടക്കുമ്പം രാത്രി എണീച്ച് പ്രാർത്ഥിക്കുക. ഈ രാത്രി എണീച്ചുള്ള പ്രാർത്ഥന അത് ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്,
എസ്പെഷ്യലി ഈ കപട വിശ്വാസികൾക്ക് വളരെ ബുദ്ധിമുട്ട്. കാരണം ഇത് രാത്രി എണീച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആരും കാണുന്നില്ല. നമ്മളും പടച്ചവനും മാത്രമുള്ള ഒരു ഇടപാടാണ്. ഒരുപക്ഷെ വീട്ടിലുള്ള അംഗങ്ങൾ പോലും അറിയത്തില്ല ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് അബ്ദുള്ള ഇബിൻ മുബാറക്ക് ആദ്യം പ്രവാചകനെ കാണുമ്പം ഇത് കേൾക്കുന്നത്. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. മാത്രമല്ല വളരെയധികം ഇസ്ലാമിൽ സ്ഥാനമുള്ള ഒരു വ്യക്തിയാണ് അബ്ദുള്ള ഇബിൻ മുബാറക് റളിയല്ലാഹു അൻഹു. അള്ളാഹു അവരുടെ പുറത്ത് പിന്നെ ബി പ്ലീസ് മേ ഗാഡ് ബി പ്ലീസ്ഡ് വിത്ത് ഹിം. ഇനി 15-ാമത്തത്, ആ സമയത്ത് ആലോചിച്ച് നോക്കണം, 1450 കൊല്ലം മുമ്പുള്ള കാര്യമാണ്. റോമൻ സൈന്യങ്ങൾ അവിടെ, പേർഷ്യൻ സൈന്യങ്ങൾ വേറെ, അറബികളുടെ ചെറിയ ചെറിയ സൈന്യങ്ങളും വേറെ. ഇത് വഴക്കും വക്കാണവും വാറും യുദ്ധം നടക്കുന്ന സമയമാണ് എല്ലായിടത്തും, അല്ലേ? അപ്പം ഈ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് ആ സമയത്ത് 1450 കൊല്ലം മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തു. നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പം, എനിമിയെ കാണുമ്പം, വഴക്കിന് പോകുമ്പം, യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ആൾക്കാരെ, സിവിലിയൻസിനെ നിങ്ങൾ ആക്രമിക്കരുത്. സ്ത്രീകളെ കൊല്ലരുത്, കുട്ടികളെ കൊല്ലരുത്, വയസ്സുള്ളവരെ കൊല്ലരുത്. അതായത് കോമ്പാറ്റൻ്റ് അല്ലാത്ത, ആക്രമിക്കാൻ വരാത്ത ആൾക്കാരെ നിങ്ങൾ ആക്രമിക്കരുത്. സിവിലിയൻസിനെ തൊടരുത്. മരങ്ങൾ മുറിക്കാൻ പാടില്ല. ചർച്ചുകൾ, അതായത് അമ്പലങ്ങളോ ചർച്ചുകളോ ഇതുപോലെ എന്തെങ്കിലും ഈ നമ്മുടെ ഈ പ്രാർത്ഥനാലയങ്ങൾ ഒന്നും നിങ്ങൾ തൊടാൻ പാടില്ല, തകർക്കരുത്. പിന്നെ ഇങ്ങനെയുള്ള, അതായത് പ്രാർത്ഥനാലയങ്ങൾ തകർക്കരുത്. ആലയങ്ങളിൽ ഇരിക്കുന്ന ഈ സന്യാസിമാർ, അത് പ്രീസ്റ്റ് ആയാലും സന്യാസിമാരായാലും അവരെ നിങ്ങൾ അറ്റാക്ക് ചെയ്യരുത്, അവരെ കൊല്ലരുത്. ഇങ്ങനെ പല 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 ഇൻസ്ട്രക്ഷൻസ്. യുദ്ധത്തിൽ പോകുമ്പം ചെയ്യേണ്ട കാര്യങ്ങളെ, അതിനെക്കുറിച്ച് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഇത് 1450 കൊല്ലം മുമ്പ് ഈ ആംനസ്റ്റി ഇന്റർനാഷണലും അല്ലെങ്കിൽ അതേപോലെയുള്ള വേറെ ഈ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഗതിയൊക്കെ നമുക്ക് ഇന്നലെ വന്നതാണ്. ഇതൊക്കെ വരുന്നതിന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഗതികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടപടിയിൽ കൊണ്ടുവന്നു, പ്രാക്ടീസിൽ കൊണ്ടുവന്നു. ഇനി 16-ാമത്തത് ആലോചിച്ച് നോക്കണം. പ്രവാചകൻ മക്കയിൽ 13 കൊല്ലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 8 കൊല്ലം, ആദ്യം 8 കൊല്ലം മദീനയിലുണ്ടായിരുന്നു. ഈ 8-ാമത്തെ കൊല്ലം 10,000 ആൾക്കാരുമായിട്ട് മക്കയിലേക്ക് വന്ന് മക്ക പിടിച്ചെടുത്തു. ഈ 10,000 ആൾക്കാരുടെ സൈന്യം എന്ന് പറയുന്നത് ആ സമയത്ത് അറേബ്യയിൽ വലിയൊരു നമ്പറാണ്. മാത്രമല്ല ഈ 10,000 ആൾക്കാരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറിയൊരു ഒരു ആജ്ഞ, ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കമാൻഡ് കൊടുത്താൽ മക്കയിലുള്ള ആൾക്കാരെ മൊത്തം ഉന്മൂലനം ചെയ്തേനെ. ഈ മക്കയിലുള്ള ആൾക്കാരാണ് ഇവർക്ക് ബുദ്ധിമുട്ട് കൊടുത്തത്. അവരുടെ ഈ ബുദ്ധിമുട്ട് സഹിക്കാതെയാണ് ഇവിടുന്ന് മദീനയിലേക്ക് പോകേണ്ടി വന്നത്. ഇങ്ങനെ 10,000 ആൾക്കാരായിട്ട് വരുമ്പോൾ സാധാരണഗതിയിൽ ഒരു രാജാവോ അല്ലെങ്കിൽ ഒരു ചക്രവർത്തിയോ വന്നാൽ അവർ ഇവിടെയുള്ള കംപ്ലീറ്റ് ആൾക്കാരെ മൊത്തമായിട്ട് വൈപ്പ് ഔട്ട് ചെയ്യും. അതായത് ഇവരൊന്നും ഒരിക്കലും ഇവിടെ വെക്കരുത്, ഇവിടെ നിൽക്കാൻ പാടില്ല, നമുക്ക് ബുദ്ധിമുട്ട് വന്ന ആൾക്കാരാണെന്ന് പറഞ്ഞ് വൈപ്പ് ഔട്ട് ചെയ്യും. പ്രവാചകൻ അങ്ങനെ ആയിരുന്നില്ല. വന്നത് തന്നെ ഒട്ടകത്തിൻ്റെ പുറത്ത് തല കുനിച്ച് കരഞ്ഞുകൊണ്ടാണ് കയറുന്നത്. പടച്ചവൻ ചെയ്തു കൊടുത്ത ഈ വലിയൊരു അനുഗ്രഹം, മക്ക തിരിച്ച് പ്രവാചകന് വരാൻ കൊടുത്തതും മക്ക ഇസ്ലാമിൻ്റെ കീഴിൽ കൊണ്ടുവന്നതിനുള്ള ആ അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് തല താഴ്ത്തിക്കൊണ്ടാണ് പ്രവാചകൻ ഒട്ടകത്തിൻ്റെ പുറത്തിരിക്കുന്നതും മക്കയിൽ എൻ്റർ ചെയ്യുന്നതും. എന്നിട്ട് കാബയുടെ മുമ്പിൽ വന്നിട്ട് പ്രവാചകൻ ഈ പറഞ്ഞ ആൾക്കാരെ മക്കയിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി. ഈ 10,000 ആൾക്കാരുണ്ട്. അതായത് പിന്നെ അനുയായികൾ 10,000 ആൾക്കാരുണ്ട്. ഏത് സമയത്തും എന്ത് പറഞ്ഞാലും ആജ്ഞ ഫോളോ ചെയ്യാനുള്ള 10,000 ആൾക്കാർ കൂടെ ഉണ്ട്. ഈ മക്കയിലെ ആൾക്കാരെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ ഇന്ന് എന്താണ് എൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ അവരുടെ റിപ്ലൈ ഇതായിരുന്നു. അതായത് ഇവർ പറഞ്ഞു, നിങ്ങൾ യു ആർ സൺ ഓഫ് എ ഓണറബിൾ മാൻ, നിങ്ങൾ ഒരു വലിയ ഓണറുള്ള, സ്ഥാനമുള്ള, അല്ലെങ്കിൽ പേരുള്ള ഒരാളുടെ മകനാണ്. നിങ്ങൾക്കും ഓണറുള്ള ആളാണ് ഞങ്ങൾ നിങ്ങളുടെ നിന്ന് പ്രതീക്ഷിക്കുന്നത് മേഴ്സി, കരുണ മാത്രമേ ഉള്ളൂ. കരുണയാണ് ഞങ്ങൾ നിങ്ങളുടെ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കാര്യം ഇവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും ചെയ്ത ആൾക്കാരാണ്, അവരാണ് ഈ പറയുന്നത്. അപ്പോൾ പ്രവാചകൻ്റെ റിപ്ലൈ എന്തായിരുന്നു? നിങ്ങളെല്ലാവരും ഇന്ന് ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി, നിങ്ങൾ പൊയ്ക്കോ. ഇതാണ് പ്രവാചകൻ. ഇത് ലോകത്തിൽ, മനുഷ്യ ചരിത്രത്തിൽ
എവിടെയെങ്കിലും ഇങ്ങനൊരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കണം. ഒരു ചക്രവർത്തി തനിക്ക് ബുദ്ധിമുട്ട് തന്ന നാട്ടിൽ തിരിച്ചു വരികയാണ്. ആ എനിമീസിനെ ഫേസ് ചെയ്തിട്ട് എന്തും ചെയ്യാനുള്ള കെൽപ്പും അതിനുള്ള പിന്നെ ടൂൾസും കയ്യിലുണ്ട്, ആൾക്കാരുമുണ്ട്. എന്താണ് ആ ആൾ ചെയ്യാൻ പോകുന്നത്? ഇതുപോലെയുള്ള ഒരു എക്സാമ്പിൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കണം. ഇത് കാരണമായിട്ടാണ് ആൾക്കാർ ഇസ്ലാമിലേക്ക് ഭയങ്കരമായ നമ്പറിൽ വന്നത്. ഇത് 10,000 ആൾക്കാരാണ് മക്ക പിടിച്ചെടുത്തപ്പോൾ വന്നത്. 2 വർഷം, അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പം പ്രവാചകൻ ഹജ്ജ് ചെയ്തു. ആ ഹജ്ജിൽ 1,00,000 ആൾക്കാരെ 10,000-ത്തിൽ നിന്ന് നേരെ 10 ഇരട്ടി 1,00,000-ആയി. കാരണം എന്താണ്? പ്രവാചകൻ്റെ ആ മേഴ്സിഫുൾ അപ്രോച്ച്. ഇപ്പം ഇത് നിങ്ങൾ ഒന്ന് വളരെ ഈ ബയസ്ഡ് അല്ലാതെ, അതായത് മുൻ കൂട്ടി തീരുമാനം എടുക്കാതെ നിഷ്പക്ഷമായിട്ട് ഇരുന്ന് പഠിക്കാനുള്ള കെൽപ്പ് കാണിക്കണം. എന്നാൽ നിങ്ങൾക്ക് കാണാം ഈ പ്രവാചകൻ്റെ ചര്യ. ഇതിനകത്ത് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ യേശു ക്രിസ്തു, ജീസസ് അലൈഹിസ്സലാം, മേ പീസ് ബി അപ്പോൺ ഹിം, നമുക്കറിയാവുന്നത് ജീസസ് ക്രൈസ്റ്റിൻ്റെ കുറേ വളരെ ചുരുങ്ങിയ ലൈഫിൻ്റെ സമയം മാത്രമേ നമുക്കറിയാവുള്ളൂ. ജീസസ് ക്രൈസ്റ്റ് കല്യാണം കഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ വളരെയധികം ഒന്നും നമുക്ക് ജീസസ് ക്രൈസ്റ്റിൻ്റെ ലൈഫിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. ജീസസ് ക്രൈസ്റ്റിൻ്റെ സിറ്റുവേഷൻ വേറെയായിരുന്നു. ഇവിടെ പ്രവാചകൻ്റെ കേസിലാണെങ്കിൽ 63 കൊല്ലക്കാലം അവരുടെ ഇടയിൽ ജീവിച്ചു. എല്ലാ കാര്യങ്ങളും ആൾക്കാർ കാണുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, എങ്ങനെയാണ് ആൾക്കാരായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഭാര്യമാരെ ട്രീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ബിസിനസ് ചെയ്ത്, എങ്ങനെയാണ് വാങ്ങിക്കുന്നത്, കൊടുക്കുന്നത്, നിസ്കരിക്കുന്നത്, ഇതെല്ലാം ആൾക്കാർ കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഈ 1,00,000 ആൾക്കാർ ഈ പറഞ്ഞ മക്ക ഫത്താഹ് മക്ക കഴിഞ്ഞിട്ട്, മക്കയുടെ ക്യാപ്ചർ കഴിഞ്ഞ് പ്രവാചകൻ്റെ പ്രവാചകൻ ഒരു ഹജ്ജേ ചെയ്തിട്ടുള്ളൂ. ആ ഹജ്ജിൽ 1,00,000 ആൾക്കാരാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഇസ്ലാം അങ്ങനെ വളരാൻ കാരണം പ്രവാചകൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓഫ് പീപ്പിൾ, അവരുടെ അതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇനി അടുത്തത് 17-ാമത്തത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യമുള്ളത്, പ്രവാചകൻ പറഞ്ഞല്ലോ ഈ ലൈഫിൻ്റെ ഈ മൊത്തം ലൈഫിൽ, എസ്പെഷ്യലി ആ 23 കൊല്ലത്തെ ലൈഫിൽ എന്തെല്ലാം പ്രവാചകൻ ആൾക്കാരെ പഠിപ്പിച്ചോ ചെയ്യാൻ പറഞ്ഞോ അത് സ്വന്തം ജീവിതത്തിൽ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു തരത്തിലുള്ള കാപഢ്യം ഇല്ലായിരുന്നു. നമുക്ക് ഇന്ന് നമ്മൾ പല നേതാക്കന്മാരുടെയും എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ നല്ലതായിരിക്കും, ഒരുപക്ഷെ ആ സംഗതികൾ അവരുടെ ജീവിതത്തിൽ കാണാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ പ്രവാചകൻ്റെ കേസിൽ പ്രവാചകൻ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് അഡ്വൈസ് ചെയ്തിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രവാചകൻ സ്വന്തം ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട്, ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് കാണിച്ചിട്ടുണ്ട്. ആയിഷ, വൺ ഓഫ് ദി വൈഫ്സ് ഓഫ് ദി പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പറഞ്ഞത് പ്രവാചകൻ്റെ ക്യാരക്ടർ വാസ് ഖുർആനാണ് പ്രവാചകൻ്റെ ക്യാരക്ടർ. ഖുർആൻ എന്ത് പറയുന്നു അങ്ങനെ ആയിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് പറഞ്ഞത്. ഇനി അടുത്തത് 19-ാമത്തത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ലാസ്റ്റ് സെർമൺ, ഈ ലാസ്റ്റ് ഹജ്ജ് എന്ന് പറഞ്ഞല്ലോ, ഒരു ഹജ്ജ് ചെയ്തിട്ടുള്ളൂ, ആ ഹജ്ജ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഹജ്ജ്, ആ ഹജ്ജ് കഴിഞ്ഞിട്ട് കൊടുത്ത ഒരു സ്പീച്ച്, അത് നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ലാസ്റ്റ് സെർമൺ ഓഫ് പ്രോഫറ്റ് മുഹമ്മദിൻ്റെ അവസാനത്തെ സെർമൺ എന്ന് പറഞ്ഞാൽ കിട്ടും. ഇതിനകത്ത് വളരെ വളരെ പ്രൊഫൗണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതായത് വെളുത്ത ആൾക്ക് കറുത്ത ആളുമായിട്ട് യാതൊരു തരത്തിലുള്ള വ്യത്യാസമില്ല, ഒരു പ്രയോറിറ്റി ഇല്ല, ഒരു ഓണർ കൂടുതലില്ല. അതേപോലെ തന്നെ ഒരു അറബി അല്ലാത്ത ആളുമായിട്ട് യാതൊരു തരത്തിലുള്ള അഡീഷണൽ സ്ഥാനമില്ല, നമ്മളെല്ലാവരും ഈക്വലാണ് എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ പറഞ്ഞു നിങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾ നന്നായിട്ട് നോക്കുക, നല്ല രീതിയിൽ നോക്കുക. ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ഈ ലാസ്റ്റ് സെർമണിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 1450 കൊല്ലം മുമ്പ് പറഞ്ഞു. ഇതെല്ലാം ഇന്നാണ് നമുക്ക് നമ്മുടെ ഈ പറയുന്ന ഈ പല ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസും നമുക്ക് ഇന്നാണ് പഠിപ്പിച്ചത്, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, ഇക്വാലിറ്റി, ഹ്യൂമൻ റൈറ്റ്സ്, ഇതൊക്കെ പ്രവാചകൻ 1450 കൊല്ലം മുമ്പ് പറഞ്ഞു. ഇനി ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് വിട്ടുപോയത്, വേറൊരു കാര്യമുള്ളത്,
പ്രവാചകൻ അത് പിന്നെ ഇരുഭാഗത്തെ കാര്യമായിട്ട് പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീന എത്തിയപ്പം അവിടെ ഉള്ള ആൾക്കാർ 2 കൂട്ടർ, 2 അറബ് ഗോത്രക്കാർ, ഔസ് എന്നും ഖത്രജ് എന്നും പറയുന്ന 2 കൂട്ടർ എപ്പോഴും വഴക്കിലായിരുന്നു. അവരുടെ വഴക്ക് കാലാകാലം സിവിൽ വാർ നടക്കുന്ന സമയമായിരുന്നു. പ്രവാചകൻ മദീന എത്തിയപ്പം ആദ്യം തന്നെ ഒരു കരാറുണ്ടാക്കി. ഓക്കെ, അതിന് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മദീന അല്ലെങ്കിൽ ചാർട്ടർ ഓഫ് മദീന എന്ന് പറയും. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്ക്. പ്രവാചകൻ ആദ്യത്തെ 6 മാസം എടുത്തിട്ട് അവിടുത്തെ ലോക്കൽ ആൾക്കാരെ ഔസിനെയും ഖസ്റജിനെയും ഒരുമിച്ച് കൊണ്ടുവന്നു അവരുടെ ആ വഴക്ക് നിർത്തി. അതേപോലെ തന്നെ മദീനയുടെ തൊട്ട് പുറത്ത് ഔട്ട്സ്കേർട്സിൽ താമസിച്ചിരുന്ന 3 യഹൂദി ഗോത്രങ്ങളുണ്ടായിരുന്നു. ഓക്കെ, ബനി ഖുറൈള, ബനി നദീർ, പിന്നെ ബനു ഖൈനക്ക. ഇവരെ എല്ലാവരെയും ഈ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് കൊണ്ടുവന്ന് നമ്മളെല്ലാം ഒറ്റ ഗ്രൂപ്പാണ്, നമ്മളെല്ലാം ഒരുമിച്ചാണ് നിൽക്കുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി വഴക്കില്ല, വക്കാണമില്ല, നമ്മളെല്ലാവരും കോമൺ ഈ മദീനയുടെ പ്രൊട്ടക്ഷൻ നമ്മൾ ഒരുമിച്ചാണ് നിൽക്കുന്നത്. പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ നമ്മൾ ഒരുമിച്ച് ഡിഫെൻഡ് ചെയ്യും. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത് ചാർട്ടർ ഓഫ് മദീന എന്ന് പറയും. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1450 കൊല്ലം മുമ്പ് ചെയ്ത കാര്യമാണ്. ഇത് ഇന്നത്തെ ഇത് പഠിക്കുന്ന ആൾക്കാർ പറയുന്നത് ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് ലോകത്ത് നമുക്ക് കാണുന്നത്. ഇങ്ങനൊരു ചാർട്ടർ ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ എല്ലാം ഒരു പേജിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിപ്പോൾ ഞാനൊരു 20 കാര്യം പറഞ്ഞു. ഓക്കെ, ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. 60 കൊല്ലത്തെ അറ്റ്ലീസ്റ്റ് നമ്മൾ ആ 23 കൊല്ലം പ്രവാചകൻ ആയ ശേഷമുള്ള 23 കൊല്ലത്തെ ലൈഫ് എടുക്കുകയാണെങ്കിൽ വളരെ വളരെ അധികം കാര്യങ്ങൾ നമുക്ക് കാണാം. പിന്നെ ഒന്നുകൂടി ഞാൻ പറയാണ്, ഈ ആരെങ്കിലും എഴുതിയ പുസ്തകം എടുത്ത് എവിടെന്നെങ്കിലുമൊക്കെ അടർത്തിയെടുത്ത കാര്യങ്ങൾ അങ്ങനെ വായിച്ചാൽ ഒരിക്കലും നമുക്ക് സത്യം മനസ്സിലാവില്ല. നമുക്ക് ഒരുപക്ഷെ പ്രവാചകനെക്കുറിച്ചുള്ള സംശയങ്ങളും അതേപോലെ തന്നെ അവജ്ഞയും കൂടാനേ ചാൻസ് ഉള്ളൂ. കാര്യം ആ ബുക്കിൻ്റെ ഉദ്ദേശവും ആ ബുക്കിലെടുത്തിരിക്കുന്ന കണ്ടൻറ്റും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പെറുക്കിയെടുത്ത് അതിൻ്റെ പശ്ചാത്തലം പറയാതെ എടുത്ത കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഇനിയിപ്പം ഫൈനലി നിർത്തുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത്, ഈ മൈക്കിൾ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന ഒരാൾ, അയാളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇവിടെ അമേരിക്കയിലുള്ള ഒരാളാണ്. ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ കണ്ടത് 1978 ഈ പുസ്തകം ഇറങ്ങുന്നത്. അതിൻ്റെ പേര് ദ 100. ഈ 100 എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് മൈക്കിൾ എച്ച് ഹാർട്ട് ക്രിസ്ത്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം കേട്ട് നോക്കും. അദ്ദേഹം പറയുന്നത്, ഈ ദി 100 എന്ന് പറയുന്ന ബുക്കിൽ അയാൾ ലോകത്തിലെ പ്രശസ്തരായ 100 പേരെ ഒരു പട്ടിക ഉണ്ടാക്കിയിട്ട് 1 മുതൽ 100 വരെ ആക്കി. അയാൾ ക്രിസ്ത്യനാണ്. എന്നിട്ട് അയാൾ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്പർ 1 സ്ഥാനത്ത് കൊണ്ടുവന്നു. എന്നിട്ട് ആൾ പറയുകയാണ്, My choice of Muhammad to lead the list of the world's most influential persons may surprise some readers and may be questioned by others. ഞാൻ ഈ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വേൾഡ് റീഡേഴ്സിൽ ഏറ്റവും ഇൻഫ്ലുവൻഷ്യലായിട്ട് ആദ്യ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് ഒരു പക്ഷേ ചില ആൾക്കാർക്ക്, ഈ വായനക്കാർക്ക് ചിലപ്പം മേ ബി ക്വസ്റ്റ്യൻ ബൈ അതേഴ്സ്, അവർക്ക് സർപ്രൈസ്, ആശ്ചര്യം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ചില ആൾക്കാർ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്നിട്ടാണ് പറയാണ്, ബട്ട് ഹി വാസ് ദ ഓൺലി മാൻ ഇൻ ഹിസ്റ്ററി. അദ്ദേഹം മാത്രമാണ് ഹിസ്റ്ററിയിൽ ഏക ഒരു വ്യക്തി ഹു വാസ് സുപ്രീംലി സക്സസ്ഫുൾ ഓൺ ബോത്ത് റിലീജിയസ് ആൻഡ് സെക്യുലർ ലെവൽ. ഈ പ്രോഫറ്റ് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി മാത്രമാണ് റിലീജിയസും അതേപോലെ തന്നെ സെക്യുലർ തലങ്ങളിൽ രണ്ടിടത്തും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരേ ഒരു വ്യക്തി അദ്ദേഹം മാത്രമാണ് എന്ന് പറയുന്നു. ഇതേപോലെ തന്നെ മൺകോമറി വാട്ട് എന്ന് പറയുന്ന ഒരാൾ 1953 എഴുതിയൊരു സംഗതിയാണ്. ഇയാൾ പറയുന്നത്, ടു സപ്പോസ് മുഹമ്മദ് ആസ് എൻ ഇമ്പോസ്റ്റർ റേസസ് മോർ പ്രോബ്ലംസ് ദാൻ ഇറ്റ് സോൾവ്സ്. അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, മൺകോമറി വാട്ട് പറയുന്നതാണ്, മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയെ, ഓക്കെ, അയാൾ ഒരു കപട പ്രവാചകനായിരുന്നു എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് കൂടുതൽ പ്രോബ്ലംസ്, കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരും. അതായത് അയാൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം വെച്ചാൽ ഇദ്ദേഹം പ്രോഫറ്റ് ആണെന്ന് സമ്മതിക്കേണ്ടി വരും. നമ്മൾ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവും, കൂടുതൽ പ്രശ്നങ്ങൾ, അതായത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസ് ഉണ്ടാവും. ഇയാൾ പ്രോഫറ്റ് ആണെന്നാണ്
പിന്നെ വേറൊരു തരത്തിൽ മൺകോമറി വാട്ട് ഇതൊക്കെ വെള്ളക്കാരാണ്. ഇതൊക്കെ ഈ 21-ാമത്തെ നൂറ്റാണ്ടിൽ 21-ാമത്തെ നൂറ്റാണ്ടിൽ താമസിച്ച ആൾക്കാരാണ്. ഇവരാണ് ഈ പറയുന്നത്. അപ്പം എൻ്റെ ഒരു ലാസ്റ്റായിട്ട് ഒന്നുകൂടെ എനിക്ക് നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഇതിന് മുകളിലായിട്ട് ഒരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നിങ്ങൾ പഠിക്കുക. എന്നിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുക, ഇദ്ദേഹം ആരായിരുന്നു എന്നുള്ളത് നിങ്ങൾ നിഷ്പക്ഷമായിട്ട് പഠിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. വീഡിയോ ഒരല്പം നീണ്ടുപോയി, സോറി ഫോർ ദാറ്റ്. ആൻഡ് മേ ഗോഡ് ബ്ലസ് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ കമൻറ്റിലിടുക. ഇഫ് ഐ ക്യാൻ, ഇൻഷാ അല്ലാഹ്, ഇഫ് ഐ സീ ഇറ്റ്, ഐ വിൽ റിപ്ലൈ. താങ്ക് യു. ബൈ.